ബിസിനസ് പങ്കാളിയാക്കാമെന്ന് പറഞ്ഞായിരുന്നു ജയനും കൂട്ടാളികളും ചേർന്ന് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരുന്നത്. എറണാകുളത്ത് ആരംഭിക്കുന്ന ഫൈനസ് സ്റ്റുഡിയോയുടെ ഉടമസ്ഥാവകാശവും ഡയറക്ടർ ബോർഡ് അംഗവുമാക്കാമെന്ന് പറഞ്ഞ് കുറുപ്പമ്പടി സ്വദേശി ജീവ റെജിയിൽ നിന്ന് 32 ലക്ഷം രൂപയായിരുന്നു സംഘം തട്ടിയെടുത്തത്. 2022 സെപ്റ്റംബറിലായിരുന്നു സംഘം തട്ടിപ്പ് നടത്തിയത്. ജീവ റെജിയുടെ സഹോദരൻ കോട്ടപ്പടി സ്വദേശി ജോബിൽ നിന്ന് 1/2 കോടിയോളം രൂപയും സംഘം തട്ടിയെടുത്തു. തങ്ങൾ തന്നെ വികസിപ്പിച്ചെടുത്ത ഇന്റീരിയർ ഡെക്കറേഷൻ സോഫ്റ്റ്വെയറിന്റെ സ്ഥാപനത്തിൽ ഡയറക്ടറാക്കാമെന്ന് പറഞ്ഞായിരുന്നു ജോബിൽ നിന്നിവർ പണം തട്ടിയത്. ഓഫീസിലേക്ക് ഫർണിച്ചറുകൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനുണ്ടെന്നും ഓഫീസ് അറ്റകുറ്റപ്പണികൾ നടത്താനുണ്ടെന്നും പറഞ്ഞ് പ്രതികൾ പണം വാങ്ങിയെടുത്തിട്ടുണ്ട്. ഫൈനസ് സ്റ്റുഡിയോ എന്ന സോഫ്റ്റ്വെയർ ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്ന സോഫ്റ്റ്വെയർ കമ്പനിയുടെ പാർട്ട്ണർഷിപ്പ് തരാമെന്ന് പറഞ്ഞ് ചൈനയിലുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ അക്കൗണ്ട് എടുത്തിട്ട് വൈറ്റ് മാപ്പിംഗ് നടത്തി ഞങ്ങളെ വഞ്ചിച്ചിട്ടുള്ളതാണ്. ഈ സമാന രീതിയിൽ അനേകം ആളുകളെ പറ്റിയതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ചൈനയിലായിരുന്ന ജയൻ നാട്ടിലെത്തിയെന്ന വിവരത്തെ തുടർന്ന് കുറുപ്പമ്പടി പോലീസ് തൃശൂരിലെ വീട്ടിലെത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പിന് ഒപ്പമുണ്ടായിരുന്ന ജയന്റെ ഭാര്യ ഹണിയെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞില്ല. കേസിൽ അറസ്റ്റിലായ ചാലക്കുടി സ്വദേശി ഫ്രെഡിയും ജയന്റെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. ജയനെ അറസ്റ്റ് ചെയ്ത വിവരമറിഞ്ഞ് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തട്ടിപ്പിന് ഇരയായവർ കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിലെത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.